ഞാൻ CM ആയി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ സാരി ഉടുത്ത് നവ്യ നായർ ഉണ്ടാകണമെന്ന് ധ്യാൻ ശ്രീനിവാസൻ. എല്ലാവർക്കും നക്ഷത്ര വ്ലോഗ് എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സിനിമകളേക്കാൾ ധ്യാൻ ശ്രീനിവാസൻ്റെ ഇൻ്റർവ്യൂകളും പ്രസംഗങ്ങളും കാണാൻ കാത്തിരിക്കുന്ന ഒരു വലിയ പ്രേക്ഷക സമൂഹം ഇന്ന് കേരളത്തിലുണ്ട്. ട്രോളന്മാർക്ക് മാത്രമല്ല, സിനിമാ ആസ്വാദകർക്കും ധ്യാൻ സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ ചിരിയുടെ പൂരമാണ്. ഇപ്പോൾ വിസിറ്റർ എന്ന തൻ്റെ പുതിയ സിനിമയുടെ പൂജാ ചടങ്ങിലെ ധ്യാൻ നടത്തിയ പ്രസംഗമാണ് സോഷ്യൽ മീഡിയയിൽ കനത്ത ചർച്ചയായിരിക്കുന്നത്. പതിവ് പോലെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും ധ്യാൻ വേദിയെ തകർത്തപ്പോൾ അതിൽ ദിലീപ്, നവ്യ, അജു വർഗീസ്, കൂടാതെ മലയാള സിനിമയിലെ ഇപ്പോഴത്തെ ചൂടുള്ള ചർച്ചയായ അമ്മ സംഘടനയിലെ പ്രശ്നങ്ങളും പവർ ഗ്രൂപ്പും വരെ കടന്നു വന്നു. പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ തന്നെ തൻ്റെ അടുത്ത സുഹൃത്തായ അജു വർഗീസിനെ കളിയാക്കിക്കൊണ്ടാണ് ധ്യാൻ തുടങ്ങിയത്. അജു വർഗീസ് തൻ്റെ മെൻറ്ററും വഴികാട്ടിയും ആണെന്നും എന്നാൽ ഇപ്പോഴത്തെ പവർ ഗ്രൂപ്പിലെ മെമ്പർ അജു ആണെന്നുമാണ് ധ്യാൻ തട്ടിവിട്ടത്. പവർ ഗ്രൂപ്പ് എന്ന് കേട്ടപ്പോൾ എല്ലാവരും വിചാരിച്ചത് ദിലീപേട്ടനെ ആയിരിക്കുമെന്നും എന്നാൽ അത് അജു ആണെന്നും ധ്യാൻ പറയുമ്പോൾ സദസ്സിൽ വലിയ ചിരിയാണ് ഉണർന്നത്. അവിടെയും തീർന്നില്ല. വിജയ് തമിഴ്നാട്ടിൽ CM ആകാൻ ഒരുങ്ങുമ്പോൾ അടുത്ത 15 വർഷത്തിനുള്ളിൽ തനിക്കും CM ആകണമെന്ന് ആഗ്രഹമുണ്ടെന്ന് ധ്യാൻ വെളിപ്പെടുത്തി. എന്നാൽ അതിനു മുമ്പ് ബേബി സ്റ്റെപ്പ് എന്ന രീതിയിൽ അമ്മ സംഘടനയുടെ പ്രസിഡൻ്റ് ആകാൻ അജു വർഗീസ് ഉപദേശിച്ചത്രേ. ജനങ്ങളെ പറ്റിക്കാനും കണ്ണിൽ പൊടിയിടാനും ചാരിറ്റിയും ഒക്കെ ചെയ്യണമെന്ന് അജു പറഞ്ഞതായും ധ്യാൻ തമാശ രൂപേണ പറയുന്നുണ്ട്. എന്നാൽ തൻ്റെ അച്ഛൻ ശ്രീനിവാസൻ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ സ്ഥാനം കിട്ടാത്തതെന്നും ചില കാര്യങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കേണ്ടി വരുമെന്നും ധ്യാൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. തമാശകൾക്കപ്പുറം വളരെ ഇമോഷണലായ ഒരു കാര്യവും ധ്യാൻ ആ പ്രസംഗത്തിൽ പങ്കുവയ്ക്കുകയുണ്ടായി. അത് നടൻ ദിലീപിനെ കുറിച്ചായിരുന്നു. അച്ഛൻ്റെ മരണശേഷം സിനിമയിൽ നിന്ന് കിട്ടിയ പല ബന്ധങ്ങളും ഇല്ലാതായെന്നും പലരും തങ്ങളെ മറന്നെന്നും ധ്യാൻ പറയുന്നു. എന്നാൽ എല്ലാ മാസത്തിലും അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴും കൃത്യമായി വിളിക്കുന്ന ഒരേ ഒരു വ്യക്തി ദിലീപേട്ടൻ മാത്രമാണ്. അമ്മ ഓക്കെ അല്ലേ, നീ ഓക്കെ അല്ലേ എന്ന് ചോദിച്ചുള്ള ആ വിളി തങ്ങൾക്ക് നൽകുന്ന കരുതൽ ചെറുതല്ലെന്ന് ധ്യാൻ പറയുന്നു. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് വിളിച്ചപ്പോൾ വീട്ടിലേക്ക് വരുന്ന കാര്യം പറഞ്ഞിരുന്നെന്നും എന്നാൽ തനിക്ക് 3-4 തവണ ഫോൺ എടുക്കാൻ പറ്റാഞ്ഞതുകൊണ്ട് അത് മുടങ്ങിപ്പോയതിലുള്ള സങ്കടവും ധ്യാൻ പങ്കുവച്ചു. പ്രസംഗത്തിൻ്റെ അവസാന ഭാഗം നവ്യയെക്കുറിച്ചായിരുന്നു. തൻ്റെ ഇൻ്റർവ്യൂ ജീവിതം തുടങ്ങിയ കാലത്താണ് നവ്യയോടുള്ള ഇഷ്ടം ധ്യാൻ തുറന്നു പറയുന്നത്. അതിനുശേഷം നവ്യ കല്യാണം കഴിച്ചു. ഇപ്പോൾ കല്യാണം കഴിക്കാൻ പ്രായമുള്ള ഒരു മകനുമുണ്ട്. ഇത്രയും കാലത്തിന് ശേഷമാണ് തങ്ങൾ ഒരുമിച്ചൊരു സിനിമ ചെയ്യുന്നത്. താൻ CM ആയി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം നവ്യ സാരിയൊക്കെ ഉടുത്ത് ഫ്രണ്ട് റോയിലിരുന്ന് കണ്ണീർ പൊഴിക്കുമെന്ന ധ്യാനിൻ്റെ തഗ് ലൈനോടുകൂടിയാണ് പ്രസംഗം അവസാനിക്കുന്നത്. എന്തായാലും കോമഡിയും ഇമോഷനും ഒരുപോലെ കലർത്തി സ്റ്റേജ് കയ്യിലെടുക്കാൻ ധ്യാന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ വേണം കേട്ടോ.